ഹായ് ഹലോ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള 3 മാഗി റെസിപ്പികളാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. നമുക്ക് ആദ്യത്തെ റെസിപ്പി കണ്ടു നോക്കാം. എഗ്ഗ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മാഗി ഉണ്ടാക്കാൻ പോണത്. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2 മാഗി പൊട്ടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇനി മാഗി ഒന്ന് നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ മാഗിയൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് മാഗി ഊറ്റിയിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒരു 2-3 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും, ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും, അതുപോലെ തന്നെ ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊന്ന് മസാലകൾ ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മാഗിയുടെ ഒപ്പം കിട്ടണ മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മളിതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മുട്ടക്കൊന്ന് ചിക്കിയതിന് ശേഷം എല്ലാം പാടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച മാഗി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മലയാളമൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആദ്യത്തെ റെസിപ്പി. നല്ല സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോകാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ മാഗി ഒന്ന് വേവിച്ചെടുക്കുക. മാഗിയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 4-5 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും, അതുപോലെ തന്നെ സവാള ഒരെണ്ണം ചെറുതായി ചോപ്പ് ചെയ്തതൊന്നും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ക്യാരറ്റും ക്യാപ്സിക്കും ബീൻസൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും, 3 ടേബിൾ സ്പൂൺ തന്നെ സോയാ സോസും, ഒരു നുള്ള് ചില്ലി ഫ്ലേക്സും, അതുപോലെ തന്നെ ഒറിഗാനും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. പിന്നീട് നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ചേർത്തതിന് ശേഷം മാഗി മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇതെല്ലാം പാടെ ഒന്ന് യോജിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മാഗി ഇട്ട് കൊടുക്കാം. അങ്ങനെ മാഗിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയുള്ള എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാട്ടെ. ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ചീസി മാഗി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മാഗി ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒരു മാഗിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് മാഗിയുടെ പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം പാടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം മാഗിയൊക്കെ ഒന്ന് വെന്ത് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. മുട്ടയിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് മുട്ടയൊക്കെ ഒന്ന് ചെറുതായി വെന്ത് തുടങ്ങിയാൽ നമുക്കിതിലേക്ക് സ്ലൈസ്ഡ് ചീസും വെച്ച് കൊടുത്ത് ഒരു 2 സെക്കൻഡ് നേരം ഒന്ന് വേവിച്ചെടുക്കുക. ചീസൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇത്രയുള്ളൂ. ഇത് എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.